ഹലോ കൂട്ടുകാരെ, ഞാൻ ലേഹ റഫീഖ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും നല്ല വിശേഷം. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പഴമക്കാലത്തോട്ട് നമുക്ക് പോകാം. ഞാൻ ഇന്നൊരു കിണ്ണത്തപ്പൂൺ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒരു 1/4 കിലോ പച്ചരി മേടിച്ച് ഞാൻ വെളുപ്പിനെ എണീറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഒരു കപ്പ് തേങ്ങ, ഒരു 1/2 കപ്പ് ചോറ്, അതേപോലെ ഒരു 3/4 കപ്പ് പഞ്ചസാര, ഒരു 3-4 അണ്ടിപ്പരിപ്പ്, ഈസ്റ്റ്, ഏലക്ക, ഒരു നേന്ത്രപ്പഴം. ഇത്രയും സാധനമാണ് ഇതിനാവശ്യമായിട്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അല്പം ഉപ്പിടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിത് വളരെ ടേസ്റ്റി ഉള്ളൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലോട്ട് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അരി നമ്മൾ അരക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് അരക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് എല്ലാം ഒരേപോലെ അരഞ്ഞ് കിട്ടിയില്ല. ഞാനിപ്പോൾ ആദ്യം കുറച്ച് അരി എടുത്തത് അരക്കാനായിട്ട് മിക്സിയിൽ പോയാണ്. നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് തന്നെ ചോറും എല്ലാം ഇടാം. ഒരുമിച്ച് നമുക്കിട്ട് അരക്കാം. ഇതിനകത്തായിട്ട് ചോറ്, ചെറിയൊരു കപ്പിന് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിനി ഇപ്പോൾ നമ്മൾ ചോറും അരിയും കൂടി അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തായിട്ട് തന്നെ നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നമ്മൾ എന്തോരം എടുക്കുന്ന അത്രയും ടേസ്റ്റിയാകും. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിന് 1 കപ്പ് 1/4 കിലോ അരിക്ക് 1 കപ്പ് ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട്. ചോറ് വളരെ കുറച്ചും മതി. എന്നുവെച്ചാൽ ടേസ്റ്റ് ഇടുന്ന കാരണം അത് അധികം പൊന്തിപ്പോകും. ഈ പഞ്ചസാര കൂടി എടുത്തേക്കാണ്. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര അതേപോലെ ഇടാം. അല്ലെങ്കിൽ മധുരം കുറച്ച് മതിയെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ മധുരം കൂടുതലാണ്. മധുരം കുറച്ച് ഇടുകയാണെങ്കിൽ നമുക്കിത് കറിയായിട്ട് ഇപ്പോൾ വല്ല ബീഫ് കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ നമുക്ക് അത് കൂട്ടി മുക്കി കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ വട്ടയപ്പം നമുക്ക് 2 ദിവസം വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ചീത്തയായി പോകില്ല. ആ രീതിയിലുള്ള വട്ടയപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഈ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 100 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് ഈ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്നുകൂടി മിക്സിയിൽ ഒന്നുകൂടി അരച്ചിട്ട് ഇനി വേറൊരു പാത്രത്തിലോട്ട് നമുക്കിത് ഒഴിച്ചിട്ട് നമുക്കത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് ഈ ഒരു ബൗളാണ് ഇവിടെ എടുത്തേക്കണത്. ഇതിനകത്തായിട്ട് നമുക്ക് ഇതിനകത്ത് കറുത്ത് ഒരേ ഇത് കിടക്കുന്നത് ഏലക്കയാണ് കേട്ടോ. നമുക്കതൊന്നും ചെയ്യാനൊക്കെ ഏലക്ക പൊടിഞ്ഞ് നമ്മൾ എത്ര അരച്ചാലും അത് അങ്ങനെ അതിൻ്റെ തൊണ്ടും ഇതും ഉണ്ടാവും. അത് നമ്മൾ എടുത്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ അപ്പം ആയി വരുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ ഒരു കമൻ്റ് ഇടും, ചേച്ചി അപ്പത്തിൽ പിന്നെ എന്തോ ഉണ്ട് കറുത്തിരിക്കണം എന്നും പറഞ്ഞു. പക്ഷെ ആ ഒരു നെഗറ്റീവ് കമൻറ്റ് വേണ്ട. അത് ഏലക്കയാണ്. അപ്പോൾ അതെ, നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു ഇപ്പം നമ്മളിത് ഇങ്ങനെ കലക്കി വെച്ചിട്ട് ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ഒരു ഇഡൽപാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ട് നമ്മൾ 5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഏത് രീതിയായെന്ന് നോക്കാം. അതെ, നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മാവ് നല്ലോണം പുളിച്ച് നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഈ പരുവമായിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗവിനകത്ത് വെച്ച് ഉണ്ടാക്കാം. ഇത് കണ്ടോ, എല്ലാവരും കണ്ടല്ലോ, മാവ് കണ്ടല്ലോ. ഇതേ രീതിയിൽ വേണം മാവ് നമുക്ക് കുഴക്കാനായിട്ട്. ഇതിപ്പോൾ ഈ പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചെയ്യാം, അല്ലെങ്കിൽ ശർക്കരയാണെങ്കിൽ ശർക്കര നമ്മൾ ഉരുക്കി അതേപോലെ ആക്കിയാൽ മതി. അപ്പോൾ നല്ല രീതിയിലായിട്ടുണ്ട്. നമുക്കിത് ഞാൻ ഓൾറെഡി സ്റ്റൗ കത്തിച്ച് വെച്ചേക്കാണ്. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ നമുക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് വരട്ടുക. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എണ്ണയാണ്. അപ്പോൾ ഇവിടെ നെയ്യില്ല. ഞാൻ ഇതിനകത്തോട്ട് ഇതൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ. എല്ലാവരും കണ്ടോ, നിങ്ങളാരും യൂസ് ചെയ്ത് പഴമക്കാരുടെ അന്നൊന്നും സ്പൂണ് ഈ എണ്ണ തൂക്കണ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അന്നൊക്കെ ചെയ്യണ വാഴപ്പിണ്ടിയാണ്. ഞാൻ അതാ എടുത്തേക്കണം. പഴയ കാലത്തോട്ട് ഞാൻ പോയി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു വിഭവമാണ്. നമുക്ക് പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
നമ്മൾ എപ്പോഴും ഈ ലഡു, ജിലേബി, ചിപ്സ്, ശർക്കര വരട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗം. അതൊക്കെ എണ്ണമയമുള്ള സാധനങ്ങൾ. അതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള പലഹാരങ്ങൾ വീട്ടിൽ പിള്ളേർക്കും വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിനി ഇത് പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം ഒന്ന് ചൂടാകട്ടെ. അതിനകത്ത് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ മാവ് നമുക്ക് കിണ്ണത്തിലോട്ട് കോരി ഒഴിക്കാം. ഞാൻ എണ്ണ പുരട്ടിയിട്ടുണ്ട്. മാവ് ഒഴിക്കുകയാണ്. ഇത് കൂടുതൽ നമ്മൾ ഒഴിക്കണ്ട, അപ്പോൾ കട്ടി കൂടിപ്പോവും. നമുക്കിത് 2-3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനത് വളരെ കുറച്ച് നൈസായിട്ടാണ് എടുക്കണം. പക്ഷേ കൂടുതൽ കട്ടിയായിട്ടുണ്ടെങ്കിൽ കൊള്ളിയല്ല. ഒരു കോമഡി ഉണ്ടേ. ഇവിടെ സെറ്റിങ്ങിന് വെച്ചാൽ നമ്മുടെ അണ്ടിപ്പരിപ്പും നേന്ത്രപ്പഴവും ഞാൻ അരിഞ്ഞ് സെറ്റിങ്ങിന് ഇവിടെ വെക്കാൻ വേണ്ടി വെച്ചതാണ്. അതിൽ അണ്ടിപ്പരിപ്പ് എൻ്റെ പേരക്കിടാങ്ങൾ ശാലു കൃഷ്ണയും ഗൗരി കൃഷ്ണയും കൂടി കഴിച്ചു പോയി. അപ്പം അതില്ല. അപ്പം അതിന് ഞാൻ ഒരു സോറി പറയുന്നു കേട്ടോ. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് റെഡി ആയെന്ന് നോക്കാം. നമ്മുടെ കിണ്ണത്തപ്പം ഏകദേശം നല്ല റെഡി ആയിരിക്കണേന്ന് ഞാനൊന്ന് എല്ലാം നല്ലതേ നല്ല സ്മൂത്തായിട്ടിരിപ്പുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയണേ. നമ്മുടെ കിണ്ണത്തപ്പം നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. കണ്ട ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾ നോക്കും. ഞാനിതൊന്ന് മുറിക്കട്ടെ. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞായറാഴ്ച ദിവസമൊക്കെ സമയം കിട്ടുമല്ലോ, ജോലിക്കൊക്കെ പോകുന്ന സമയം കിട്ടും. അപ്പോൾ ഇതൊന്ന് പിള്ളേർക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് വെച്ച് നോക്കും. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഉഷാറ് വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.